പഞ്ച് ബ്രേക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശാന്തി, ഇത് ശ്യാമള ചേച്ചി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം നുറുക്ക് ഗോതമ്പ് പായസം. നുറുക്ക് ഗോതമ്പ് ഒരു 1.5 ഗ്ലാസ്, അതിന് വേണ്ടിയ ശർക്കര 3/4 കിലോ, നെയ്യ് ഒരു ടേബിൾ സ്പൂണ്, വലിയ സ്പൂണിന് ഒരു 6 സ്പൂൺ നമുക്ക് വേണ്ടി വരും. 1 സ്പൂൺ നമുക്ക് 5 സ്പൂൺ പായസത്തിൽ ചേർക്കാനും, 1 സ്പൂണ് പറങ്ങാണ്ടി കാഷ്യൂനട്ട് ഫ്രൈ ചെയ്യാനായിട്ട്, കാഷ്യൂനട്ട് ഒരു 20, ചവ്വരി ഒരു 2 ടേബിൾ സ്പൂൺ, ഒരു നല്ല വലിയ തേങ്ങ തിരുമിയത്. ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ടിയത്. ഇനി അത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകി അതിനുശേഷം 4 കപ്പ് വെള്ളം അളന്നൊഴിച്ച് വേവാനായിട്ട് വെച്ചു. ഇത് നമ്മൾ ഒരു വിസില് വന്നതിന് ശേഷം തീ കുറച്ചൊരു 5 മിനിറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേന് നുറുക്ക് ഗോതമ്പ് വെന്ത് കിട്ടും. അതേപോലെ തന്നെ അടുത്തത് നമ്മുടെ ശർക്കര, അടുത്തടുപ്പിൽ നമ്മൾ ശർക്കര പാനിയാക്കാനായിട്ട് വെച്ചു. അതിന് 1 കപ്പ്, 3/4 കിലോ ആണെന്ന് അറിയാമല്ലോ നമുക്ക്. അതിൻ്റെ അകത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ പാനിയാവാനായിട്ട് വെച്ചു. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതേപോലെ തന്നെ ചവ്വരി 1 കപ്പ് വെള്ളം ഒഴിച്ച് വേവാനായിട്ട് വെച്ചു. അതും ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഒരു ഉള്ളി അടുപ്പേ വെച്ച് നമ്മൾ 5 സ്പൂണ് നെയ്യ് അതിലേക്ക് ഒഴിച്ചു. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ 20 പറങ്ങാണ്ടി എടുത്ത് വെച്ചായിരുന്നു, അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് വറുത്ത് കോരിയെടുക്കും. ഇപ്പം ചുമന്ന് വന്നിട്ടുണ്ട്. നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് കോരാം. ഒത്തിരി മൂത്ത് പോകരുത്, ചെറിയ ചുമപ്പാകുമ്പോഴേ കുറിച്ച്. ഇങ്ങനെ ചെയ്യുമ്പം ആ നെയ്യ് പിന്നെ വേസ്റ്റ് ആകും. നമ്മൾ അവസാനം കടുക് വറുത്തിടാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആ നെയ്യ് വേസ്റ്റാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഇതിൻ്റെ അകത്ത് തന്നെ വറുത്ത് കോരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഗോതമ്പ് അതിനെ ഇട്ട് ഒന്ന് വഴറ്റാം. നല്ലതായിട്ട് നുറുക്ക് ഗോതമ്പ് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തു. ഇനി അതൊരു 15 മിനിറ്റ് ഇളക്കി നന്നായിട്ട് വഴലണം. അതിൻ്റെ പച്ചമണം എല്ലാം മാറി, എന്നാലേ പായസത്തിന് നല്ല ടേസ്റ്റ് വരും. നല്ല വറ്റി പച്ചമണമൊക്കെ പോയി. ഒരു കാര്യം ഓർക്കണം, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കണം. അടി പിടിച്ചു കഴിഞ്ഞാൽ കൊള്ളത്തില്ല. അപ്പം നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ചവ്വരി, വേവിച്ച് വെച്ചേക്കുന്ന ചവ്വരി ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ 2 പാല് ഒരു 3 ഗ്ലാസ് വെള്ളത്തിൽ തേങ്ങ, നമ്മൾ ഒരു വലിയ തേങ്ങ തിരുമ്മി വെച്ചിരുന്നല്ലോ, അതിനെ പിഴിഞ്ഞ് എടുത്ത് ആദ്യത്തെ പാല് 2 ഗ്ലാസ്സിൽ മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, 2 ഗ്ലാസ്സിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആദ്യം പറയാൻ വിട്ടുപോയത്, ഒരു 20 ഏലക്ക പൊടിച്ചത് ആണിത്. അത് ഫ്ലേവറിന് വേണ്ടി ചേർക്കാൻ വേണം. അപ്പം നമ്മൾ ഈ 2 പാല് 3 ഗ്ലാസ് വെള്ളത്തിൽ തേങ്ങ എടുത്തത് ഇതാ ചേർത്ത് കൊടുത്തു. ഇനി അത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കണം.
അപ്പം കണ്ടോ, രണ്ടാം പാലൊഴിച്ച് നമ്മുടെ പായസം നല്ല വെട്ടി തിളച്ച് പച്ചമണമൊക്കെ പോയി. ഇനി നമുക്കതിലേക്ക് 2 ഗ്ലാസ് ഒന്നാം പാല് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് അതിലേക്ക് ഒഴിക്കും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. കണ്ടല്ലോ. ഇനി നമുക്കതിലേക്ക് ഏലക്ക നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്നത് മണത്തിനായിട്ട് ചേർക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കാഷ്യൂനട്ടും കൂടി ഇട്ട് നമുക്ക് തീ ഓഫ് ചെയ്യും. സ്വാദിഷ്ടമായ നുറുക്ക് ഗോതമ്പ് പൊടി പായസം റെഡി. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക.